ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചോ? അപ്പോൾ ഒരു ഈവനിങ് ആട്ടോ, പുറത്ത് നല്ല മഴയാണ്, കോരി ചെറിയുന്ന മഴയാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ, മഴയാണ്, വെളിയിൽ നല്ല മഴയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം ഏത് ക്ലാസിക്കൽ ആർട്ട് ഫോം ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് പ്രാക്ടീസ് സാരി അല്ലേ. ചെറിയ കുട്ടികൾ വന്നിട്ട് പട്ടുപാവാടയും ചുരിദാറൊക്കെ യൂസ് ചെയ്യുമെങ്കിലും കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാൻസൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യൂണിഫോമാണ്, ഇല്ലെങ്കിൽ ഒരു ഡ്രസ് കോഡാണ് പ്രാക്ടീസ് സാരി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു പ്രാക്ടീസ് സാരിയുടെ മെഷർമെൻറ്റ് വരുന്നത്, അതേപോലെ പ്രാക്ടീസ് സാരിയും നോർമൽ സാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതേപോലെ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് ഒരു പ്രാക്ടീസ് സാരി നമ്മൾ വെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു നോർമൽ സാരി കേട്ടോ. ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ സാരിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നാം, പക്ഷേ ഇതൊരു നമ്മൾ നോർമൽ ഉടുക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. അപ്പം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു പ്രാക്ടീസ് സാരിയാണ്. അപ്പം ഇതിന് വെച്ച് നോക്കാം നമുക്ക് ലെങ്ത്ത്. അപ്പോൾ പ്രാക്ടീസ് സാരി എന്ന് പറയുമ്പം നോർമൽ സാരിയുടെ ഒരു ലെങ്ത്ത് വരില്ല. ലെങ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മേലെന്ന് താഴത്തോട്ടാണ് പറയുന്നത്, ലെങ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര ലെങ്ത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ നോർമൽ സാരിയും പ്രാക്ടീസ് സാരിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ സാരിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അണ്ടർസ്കേർട്ട്, അതായത് അതിപ്പം ഷേപ്പർ ആയാലും ഇല്ല നോർമൽ അണ്ടർസ്കേർട്ട് ആയാലും, അണ്ടർസ്കേർട്ടിന് പകരം നമ്മൾ പ്രാക്ടീസ് സാരി വെയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പാൻറ്റാണ്. പാൻറ്റ്, ലെഗിൻസ്, അങ്ങനെയുള്ള ഏത് ലൂസ് പാൻ്റ് ആണെങ്കിലും ലെഗിൻസ് ആണെങ്കിലും ഇൻ ദ ഫോം ഓഫ് പാൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നോർമൽ സാരിയേക്കാളും നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു റോപ്പാണ്. അപ്പോൾ അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. അപ്പം റോപ്പ് നമ്മൾ അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യണില്ലല്ലോ. അപ്പം നമുക്ക് റോപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സാരി കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ വിയർ ചെയ്യാൻ പോണ പ്രാക്ടീസ് സാരി. ഇത് റെഡ് കളറിലാണുള്ളത്. കോൺട്രാസ്റ്റ് ബോർഡറായിട്ട് ബോർഡറിൽ വന്നിട്ട് നമ്മളുടെ ചിലങ്ക അണിഞ്ഞ് നിൽക്കുന്ന കാലുകളുടെ ഒരു പ്രിൻ്റുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളുടെ സ്റ്റോറിലും പ്രാക്ടീസ് സാരീസ് അവൈലബിൾ ആണ്. എല്ലാ വെറൈറ്റി ഡിസൈൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ആർക്കെങ്കിലും പ്രാക്ടീസ് സാരി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പം നമുക്കിതെങ്ങനെ വിയർ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം ആദ്യം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡിലൊരു നോട്ട് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം ഒരു നോട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സാരി യൂസ് ചെയ്യണ മാതിരി തന്നെ നമുക്ക് ഒരു നോട്ട് യൂസ് ചെയ്തിട്ട് ആ റോപ്പിൻ്റെ മേലെ കൂടെ നമുക്ക് വന്നിട്ട് അത് നന്നായിട്ട് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നോർമലി വന്നിട്ട് നമ്മൾ സാരി ഉടുക്കുന്ന പോലെ അതൊന്ന് ചുറ്റിയെടുത്തിട്ട് നോർമൽ സാരി വെയർ ചെയ്യണ മാതിരി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ നോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ. എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് ആ റോപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം കേട്ടോ. എടുത്തിട്ട് നമുക്കത് ചുറ്റിയെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കറക്റ്റായിട്ട് അത് ഉടുത്ത് ചുറ്റി നമ്മൾ സാരി പോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷൂട്ടായില്ല, സോറി ഫോർ ദാറ്റ്. അപ്പം നമ്മൾ നോർമൽ സാരി ഉടുക്കുന്ന പോലെ തന്നെയാണ്. ആദ്യത്തെ കാണാനൊന്നുമില്ല, നമ്മൾ നോർമൽ സാരി ഉടുക്കുന്ന പോലെ നോട്ട് ഫിക്സ് ചെയ്തിട്ട് ചുറ്റിയെടുത്ത് മേലോട്ട് ഞെറിയെടുത്ത് കുത്തിയേക്കാണ് കേട്ടോ. അപ്പം അത് നന്നായിട്ട് ശരിയാക്കി ചുറ്റിയെടുത്തിട്ട് നമുക്ക് താഴോട്ടുള്ള ഞെറിയെടുക്കാം. ഞെറിയെന്ന് തന്നെയല്ലേ പറയുന്നത്, പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അത് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ഫിക്സ് ചെയ്ത് നമ്മൾ എടുക്കാം കേട്ടോ. അതായത് നന്നായി വലിച്ചെടുക്കുക, ലൂസായിട്ട് നിൽക്കരുത്, കുറച്ച് ടൈറ്റ് ആവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ നമ്മൾ സാരി ഒന്നും ഉടുക്കുന്ന പോലെ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് പ്ലീറ്റൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് എടുക്കുക കേട്ടോ. അപ്പം സാരി ആയാലും നന്നായിട്ട് വലിച്ചിട്ട് ടൈറ്റായിട്ട് വേണം നമ്മളിത് വിയർ ചെയ്യാനായിട്ട്. പ്ലേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ഒരേ ലെവലിൽ വെച്ച് പ്ലേറ്റ് എടുക്കരുത്.
കുറച്ച് മേലേക്കായിട്ട് സൈഡ് ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് കുറേശ്ശെ ഇങ്ങനെ വിടർത്തിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അരമണ്ഡലത്തിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. സാരിയും കുറച്ച് അങ്ങനെ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഞാനിങ്ങനെ ഒരേപോലെ എടുക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എനിക്ക് മുട്ടിന്ന് കുറച്ചുകൂടി നീയേക്കാളും നീളമുണ്ട് കേട്ടോ. കാര്യം ഞാനിത്രയും ഹൈറ്റും കുറവാണ്, പിന്നെ വെയിറ്റ് കൂടുതലുമാണ്. ഹൈറ്റ് അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അത്രയും ഹൈറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ. നോർമലി ആണെന്ന് വെച്ചാൽ നമുക്ക് നീ വരേക്കാണ് പ്രാക്ടീസ് സാരി വരുള്ളൂ കേട്ടോ. അതേപോലെ ഞാൻ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് പല്ലു അത്ര കുറവായിട്ട് തോന്നുന്നത്. കുറച്ച് വെയിറ്റ് കുറവുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ പല്ലു വന്നിട്ട് നല്ല നീളം ഉണ്ടാകും. നമുക്കിങ്ങനെ ചുറ്റിയെടുത്ത് കെട്ടുന്ന പോലെ നമുക്ക് നീളം ഉണ്ടാവും കേട്ടോ. അപ്പം കുറച്ച് വെയിറ്റ് ഉള്ളവർക്ക് ഇത്ര നീളം ഉണ്ടാവുള്ളൂ. പക്ഷേ വെയിറ്റ് ഇല്ല, നിങ്ങൾ ലീനാണെങ്കിൽ നമുക്ക് ചുറ്റി പല്ലു ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണ മാതിരി ഒരു ലുക്കാണ് കേട്ടോ ഉണ്ടാവുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതൊരു സിമ്പിൾ ഡ്രൈപ്പിംഗ് ആണ് കേട്ടോ. പ്രാക്ടീസ് സാരിയുടെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതല്ല, സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം പ്രാക്ടീസ് സാരി എങ്ങനെ വിയർ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഞാനൊരു സിമ്പിൾ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തത്. ഇതത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈപ്പിംഗ് ഒന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന നോളജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പം ടീച്ചേഴ്സ് ആരും എന്നെ ചീത്ത വിളിക്കരുത്. അപ്പം അത്രയൊന്നും വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ പെട്ടെന്ന് പ്രാക്ടീസ് സാരി വെയർ ചെയ്യണം, ഒരു ഡാൻസ് ക്ലാസ്സിനോ അല്ലെങ്കിൽ റിഹേഴ്സലിനോ അങ്ങനെ എന്തെങ്കിലും വേണം. ഇപ്പോൾ ഫൈനൽ റിഹേഴ്സലൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അരങ്ങേറ്റോ അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇങ്ങനെ വെയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ അറിയാത്തവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രാക്ടീസ് സാരീസ് പർച്ചേസ് ചെയ്യണം, ഭരതനാട്യം ജ്വല്ലറീസ് പർച്ചേസ് ചെയ്യണം, ആക്സസറീസ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ നമ്പർ ഇല്ലെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരുവിധം എല്ലാ ഷോർട്സിലും ഞാൻ ക്യാപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.